നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. മാത്യു ടി തോമസ് MLA സ്വന്തം മണ്ഡലമായ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ തിരുവല്ലയിലെ ഒരേയൊരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോച്യാവസ്ഥ കാണാൻ അവസാനം സാക്ഷാൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ടെത്തി. പൊട്ടിയൊലിച്ച് കിടക്കുന്ന ശുചിമുറിയും ഇളകിക്കിടക്കുന്ന പൂട്ടുകെട്ടുകളും ഒക്കെ കണ്ട് അദ്ദേഹം ഒരാശ്വാസവാക്ക് പറഞ്ഞങ്ങ് പോയി. ഉടനെ ശരിയാക്കി തരാം. സ്വന്തം MLA കൊണ്ട് നാടിന് പ്രയോജനമില്ലെങ്കിൽ അവസാനം മന്ത്രിക്ക് തന്നെ ഇടപെടേണ്ട ഗതികെട്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്. എന്തായാലും മന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട MLAക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കുറച്ച് രൂപ മുടക്കാമെന്ന് MLA ഏതായാലും ഒരു ഔദാര്യം പോലെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTC ടെർമിനലിലെ പൂട്ടുകെട്ടുകൾ ഇളകിയത് മുഴുവൻ മാറ്റി പുനഃസ്ഥാപിക്കുമെന്നും സ്ഥിരം പ്രശ്നമായ ശുചിമുറി 10 വർഷത്തേക്ക് സുലഭിനെ ഏൽപ്പിക്കുമെന്നും മുഴുവൻ സ്ഥലത്തും ക്യാമറ സ്ഥാപിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ടെർമിനലിൽ മാത്യു ടി തോമസ് MLAയോടൊപ്പം സന്ദർശനം നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. ടെർമിനൽ യാർഡിന്റെ മിക്ക ഭാഗത്തും പൂട്ടുകെട്ടുകൾ ഇളകി തകർന്നു കിടക്കുകയാണ്. ഇവ മുഴുവൻ മാറ്റിയിടുന്നതിന് 60 ലക്ഷം രൂപയോളം വേണ്ടിവരും. നിലവിൽ ബസ് ഇറങ്ങുന്ന ഭാഗത്തെ പൂട്ടുകെട്ടുകൾ മാറ്റുന്നതിന് 6 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം അടുത്തയാഴ്ച തുടങ്ങും. ബാക്കി സ്ഥലത്തെ പൊതുമരാമത്ത് വിഭാഗം പദ്ധതി തയ്യാറാക്കി മാത്യു ടി തോമസ് MLAക്ക് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ച് പണി പൂർത്തിയാക്കും. പണം അനുവദിക്കാമെന്ന് MLAയും അറിയിച്ചു. വെള്ളം കെട്ടിക്കിടക്കാത്ത വിധത്തിലും പൂട്ടുകെട്ട് ഇളകിപ്പോകാത്ത വിധത്തിലുമായിരിക്കും ഇനി പണികൾ നടത്തുക. എന്നാൽ ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കാതെ പൂട്ടുകെട്ടുകൾ മാറ്റിയിട്ടത് കൊണ്ട് മാത്രം പ്രയോജനം ലഭിക്കില്ല എന്ന് CPM ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ മന്ത്രിയോട് പറഞ്ഞു. ബസ് ഇറങ്ങുന്ന ഭാഗത്ത് പൂട്ടുകെട്ടുകൾ ഇളകിക്കിടക്കുന്നത് കാരണം ഒട്ടേറെ ബസ്സുകളുടെ ടയർ പൊട്ടിയതായി ജീവനക്കാർ മന്ത്രിയെ അറിയിച്ചു. മാസത്തിലൊരിക്കൽ വീതം പൊട്ടിയൊഴുകുന്ന ശുചിമുറിയും മന്ത്രി പരിശോധിച്ചു. മദ്യപിക്കുന്നവർ കുപ്പി ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി ഉപേക്ഷിക്കുന്നതാണ് പ്രശ്നമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടത് കരാറുകാരന്റെ ഉത്തരവാദിത്തമാണ്. അവർ അത് പാലിക്കുന്നില്ലെങ്കിൽ കരാർ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സുലഭ് എന്ന ഏജൻസി വളരെ വൃത്തിയോടുകൂടി ശുചിമുറികൾ പരിപാലിക്കുന്ന ഏജൻസിയാണ്. 10 വർഷത്തേക്ക് ഇനി അവർക്ക് നൽകും. അടുത്ത മാസം 150ഓളം ആധുനിക സൗകര്യങ്ങളുള്ള ബസ്സുകൾ KSRTC നിരത്തിലിറക്കുമെന്നും അപ്പോൾ തിരുവല്ല ഡിപ്പോയ്ക്കും അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നല്ല വരുമാനം ലഭിക്കുന്ന റൂട്ടുകൾ കണ്ടുപിടിച്ചറിയിച്ചാൽ പുതിയ സർവീസ് തുടങ്ങാം. സ്വകാര്യ മേഖലയോട് മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിച്ചാൽ ഇരുകൂട്ടർക്കും നഷ്ടമേ ഉണ്ടാകൂ. അതിനും താല്പര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പോകളിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരികയാണ്. അതിന് പകരമായി എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കും. ഒരു സ്ഥലത്തിരുന്നാൽ എല്ലായിടത്തെയും വിവരമറിയാൻ കഴിയും. ശുചിമുറിയുടെയും ക്യാമറയുടെയും കാര്യം കൊട്ടാരക്കര ഡിപ്പോയിൽ പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. അതാണ് മറ്റു ഡിപ്പോകളിലും നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.